We shall now discuss about a dipole placed in a uniform magnetic field. ഒരു മാഗ്നറ്റിക് ഡൈപോൾ നമ്മളിവിടെ എടുക്കുന്നത് ഒരു മാഗ്നറ്റിക് നീഡിൽ, ഒരു കോമ്പസ് നീഡിൽ ഹാവിങ് നോർത്ത് ആൻഡ് സൗത്ത് പോൾ, ഒരു കോമ്പസ് നീഡിലിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇൻറ്റൻസിറ്റി ബിയിൽ വെക്കുന്നു. ആ മാഗ്നറ്റിക് നീഡിലിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എം ആണ്, അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ ആണ്. അപ്പോൾ നീഡിലിനെ വെച്ച് കഴിഞ്ഞാൽ അത് മാഗ്നറ്റിക് ഫീൽഡിൽ ഓസിലേറ്റ് ചെയ്ത് ഫൈനലി ഇറ്റ് വിൽ കം ടു റെസ്റ്റ്. അപ്പോൾ ഈ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള അതിൻ്റെ പീരിയഡ് ഓഫ് ഓസിലേഷൻ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്നിട്ട് അത് ഫൈനലി റെസ്റ്റിലേക്ക് എത്തുമ്പോൾ ആ മാഗ്നറ്റിക് നീഡിലിനെ നമ്മൾ ഫീൽഡിൽ വെക്കുമ്പോൾ അതിലുണ്ടാവുന്ന മാഗ്നറ്റിക് ടോർക്ക് കൊണ്ട് ആദ്യം അത് ഒരു സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇനി റെസ്റ്റോറിങ് ടോർക്ക് അതിനെ തിരിച്ച് പഴയ പോലെ തന്നെ ആക്കുന്നു. അപ്പോൾ ഈ മാഗ്നറ്റിക് ടോർക്കും റെസ്റ്റോറിങ് ടോർക്കും ആക്ട് ചെയ്തിട്ടാണ് അത് ഓസിലേറ്റ് ചെയ്യുന്നത്. Finally, when it comes to equilibrium or when it is at rest, the magnetic torque will be balanced by the restoring torque. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ടോർക്കിൻ്റെ ഫോർമുല അറിയാം. ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി. എം ബി സൈൻ തീറ്റ. Now the restoring torque acting on the needle എന്ന് പറയുന്നത് നമുക്ക് ഫോഴ്സിൻ്റെ ഫോർമുല അറിയാം. എഫ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. റൊട്ടേഷണൽ മോഷനിൽ ഫോഴ്സിന് പകരം വരുന്ന ടേമാണ് ടോർക്ക്, മാസിന് പകരം വരുന്ന ടേമാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഡി സ്ക്വയർ എക്സ് എന്നുള്ള ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം വി ഹാവ് ടു ടേക്ക് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ. അപ്പോൾ ഫോഴ്സിന് പകരം വി ഹാവ് ദ റെസ്റ്റോറിങ് ടോർക്ക് ടോ ഈക്വൽ ടു ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ആൻഡ് ഇൻ ഇക്വിലിബ്രിയം ദ മാഗ്നറ്റിക് ടോർക്ക് ഈസ് ഈക്വൽ ടു റെസ്റ്റോറിങ് ടോർക്ക്. അപ്പോൾ എം ബി സൈൻ തീറ്റ എന്നുള്ളതിനെ നമ്മൾ തീറ്റ ഈസ് വെരി സ്മോൾ, ഈ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ തീറ്റ ബീയിങ് വെരി സ്മോൾ we can take sin theta as approximately equal to theta. അപ്പോൾ എം ബി തീറ്റ ഈസ് ഈക്വൽ ടു റെസ്റ്റോറിങ് ടോർക്ക് എന്താണ്, ഐ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഇനി ഇവിടെ ഇത് രണ്ടും ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നീഡിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ the magnetic torque is balanced by the restoring torque and they are equal and in opposite directions. അതുകൊണ്ട് we have to put a negative sign. ഇതിൽ ഒരു സൈഡിൽ we are putting a negative sign. അപ്പോൾ ഇതിനെ ഐ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് എം ബി തീറ്റ. The negative sign implies that the restoring torque is opposite to the deflecting magnetic torque. ഇനി ഇതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ബി തീറ്റ ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ ഇവിടെ ഐ ഉണ്ട്, ഇതിനെ മൊത്തം ഐ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ ഐ എന്ന് വരും. അപ്പോൾ ഈ കിട്ടിയ ഇക്വേഷൻ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ബി ബൈ ഐ തീറ്റ ഈക്വൽ ടു 0 എന്നുള്ളത് ഇറ്റ് ഈസ് സിമിലർ ടു the equation for simple harmonic motion t square x by dt square plus omega square x equal to 0. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇത് രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്യുമ്പോൾ they are similar. In the place of omega square here we have a constant mb by i അല്ലേ. അപ്പോൾ omega square is equal to mb by i. So we can say that the oscillations of a magnetic needle are simple harmonic in nature. കാരണം the equation representing the oscillation is simple harmonic. അതുകൊണ്ട് the oscillations are simple harmonic. ഇനി നമുക്ക് കിട്ടിയത് omega square is equal to mbi എന്നാണ്. From that we have omega is equal to square root of mb by i. ഇനി omega എന്നുള്ളത് എന്താണ്, omega equal to 2 pi by t is equal to square root of mb by I
അപ്പോൾ ഇതിൽ നിന്ന് പീരിയഡ് ഓഫ് ഓസിലേഷൻ ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കാൻ ടി ഈസ് ഈക്വൽ ടു ടീനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോവുക, ഇത് രണ്ടും മറ്റേ ഭാഗത്തേക്ക് വരും. അപ്പോൾ റൂട്ട് ഓഫ് എന്നുള്ളത് താഴെ തൊട്ടിടണം, ഡിനോമിനേറ്ററിന് റൂട്ട് ഉണ്ട്. റൂട്ട് ഓഫ് ഐ ബൈ എം ബി ടി മുകളിലേക്ക് വന്നു, ഇത് അങ്ങോട്ട് പോയി അല്ലേ, അപ്പോൾ 2π അവിടെ തന്നെ ഉണ്ട്. സോ ദ ഫോർമുല ഫോർ ദ പീരിയഡ് ഓഫ് ഓസിലേഷൻ ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് ഐ ഡിവൈഡഡ് ബൈ എം ബി. ഇതാണ് ഫോർമുല ഫോർ ദി പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ മാഗ്നറ്റിക് നീഡിൽ. അപ്പോൾ ഇത് പീരിയഡ് ഓഫ് ഓസിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുലയിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഇതിനെ സ്ക്വയർ ചെയ്യാം. If we square this equation, we will get t square is equal to 4π square I by mb. ഇതിൽ നിന്ന് b കണ്ടുപിടിക്കാം. സ്ക്വയർ ചെയ്തു, എന്നിട്ട് b ഈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ we can find the value of magnetic field.